So computer arithmetic, we were discussing about binary addition, right? Binary addition നിങ്ങൾ ചെയ്തോ? മിസ് ബൈനറി അഡിഷൻ കഴിഞ്ഞു, ബൈനറി സബ്ട്രാക്ഷൻ എടുക്കേണ്ടത്. Okay, binary addition ചെയ്തു. Okay, let me ask, 0 plus 0 will be equal to 0 plus 0? 0 0 plus 1? 1 1 plus 0? 1 1 plus 0, 1. 1 plus 1? 10. Not 10, it's 1 0. 1 plus 1, it is 1 0. But when we write, we will write 0 over there and we will make that 1 carry over. 1 carry over ആയിരിക്കും, 0 ആയിരിക്കും നമ്മൾ എഴുതാം. 0 അവിടെ എഴുതാം, 1 carry over ആയിട്ട് എഴുതും. ഓക്കെ, ഇനി 1 and 1 മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ ആൻസർ 1 0 തന്നെയാണ്. 1 plus 1 1 0 തന്നെ ആയിരിക്കും ആൻസർ. പക്ഷേ ആ ലോജിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 1 plus 1 1 0 is the correct answer, but when you write, you have to write the 0 over there and make that 1 carry over. Okay, clear? Idinte just reverse operation aanu we are going to do in subtraction. So tell me, 0 minus 0? 0. 0 Very good. And 1 minus 0? 1 Okay, 1 minus 1? 0 0. Okay, then 1 minus, no, 0 minus 1? 1 0 minus 1, we get 1. പക്ഷെ 1 കൊണ്ട് തീരില്ല. We know normal decimal subtraction 15, not 50. Okay, ഞാൻ പറഞ്ഞുതരാം. You know this, വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, but let me explain. Okay, okay, 92. Normally when we subtract these numbers, 3 minus 2 we will write 1. 3 minus 2 we will get 1. Then 5 and 9 പോവാത്തപ്പോൾ what we will do? അപ്പുറത്തുനിന്ന് കടം മേടിക്കും. We will borrow 1 from this 2. 2 ന്ന് 1 borrow ചെയ്യും. 5 will become what? 50. Yes, and 2 will become 1. okay. The same thing is we are doing over there. I'll explain with an example. അതായിരിക്കും നല്ലത്. ടെക്സ്റ്റിലൊരു ഇത് പറഞ്ഞിട്ടുണ്ട് 1 1 0 0. ഇതെന്താ ടെക്സ്റ്റ് വരാത്ത, നമ്പർ ലോക്കാണോ? 1 1 0 0 and 1 0 1 0 1 0. Subtract ചെയ്യുമ്പോൾ 0 minus 0? 0. Okay, ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കേസ് വരും. ബാക്കി മൂന്നിലും ഡൗട്ട് ഇല്ല അല്ലെ? 0 minus 0 0, 1 minus 0 1, 1 minus 1 0. അത് ഈസിയാണ്. നോർമലി ഡെസിമൽ ചെയ്യുന്ന സെയിം ലോജിക് തന്നെ അപ്ലൈ ചെയ്താൽ മതി, അതിൽ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ബട്ട് ദിസ് തിങ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. സോ 0 minus 1 ഈ സിറ്റുവേഷൻ വരുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ബോറോ 1 ഫ്രം ഹിയർ. അതിന്റെ നെക്സ്റ്റ് എന്താ പറയാ, ലെഫ്റ്റിലുള്ള 1ൽ നിന്ന് ഒരു 1 നമ്മൾ ബോറോ ചെയ്യും. ക്ലിയർ? സോ 0യുടെ ലെഫ്റ്റിൽ ഒരു 1 ഉണ്ട് അല്ലേ? We will borrow a 1. അപ്പൊ ഇതെന്താവും? It will become, yes, 10. Not 10, it's 1 0. This will become 1 0. 1 0. Okay, ഇനി 1 0 ന്ന് it is easy to subtract അല്ലേ? 1 0 minus 1 എത്രയാ?
9. We are doing binary addition. 1 plus 1 0. okay, Zero. you know 1 plus 1 equal to 1 0. അല്ലേ 1 ഉം 1 ഉം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 0 കിട്ടുക. അപ്പോ 0 1 minus 1 0. See, now this 0 become 1 0. അല്ലേ? From this 1 0 we are subtracting this 1. This one. 1 1. So we know that in addition 1 plus 1, in binary addition 1 plus 1 equal to 1 0. അല്ലേ? Sir. Okay, so ഈ 1 0 ന്ന് 1 പോയാൽ എന്ത് കിട്ടും? 0. 0 ആണ് കിട്ടുക. 1. Then 1 plus 1 is 1 0. Right? Yes. Yes. So 1 0 minus 1 will be equal to 1. We are not doing the decimal subtraction or something. We are dealing with binary numbers. മിസ് ഒന്നും കൂടെ പറഞ്ഞു തരാമോ? Sure. We know that 1 plus 1 equal to 1 0. നിനക്ക് എവിടെ തൊട്ടാ ഡൗട്ട് തോന്നിയത്? എനിക്ക് ആദ്യം തൊട്ടേ വേണം, ഞാൻ ഇപ്പോഴാ കേറിയത്. നിന്നെ എപ്പോഴും ലേറ്റ് ആയിട്ട് കയറാം, വീട്ടിൽ വന്നിട്ട് ഞാൻ അടിക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെയാണല്ലോ മാവേലി, അല്ല ലേറ്റ് കമ്മൾ. സയൻസ് കേറിയപ്പോ പിന്നെ സയൻസ് അല്ല കമ്പ്യൂട്ടർ എന്ന് വെച്ചു, അപ്പൊ കമ്പ്യൂട്ടർ എടുത്തോണ്ട്. സോ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ എവിടെ തുടങ്ങൂടാ. ഓക്കെ, സോ we are going to do the binary subtraction. Binary subtraction ല് നോർമൽ ഡെസിമലും ബൈനറിയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈസിയാണ്. ഒരു കേസ് ഒഴികെ. 0 മൈനസ് 0 എന്താണ്? വാട്ട് ഈസ് 0 മൈനസ് 0? 0. Okay, then 1 minus 0? 1. 1 minus 1? 1 0. 1 minus 1? 0 അല്ലേ? എല്ലാം ഓക്കെ. 10 minus 1 ആണ് 1 കേട്ടോ. 1 minus 1 will be 0. 1 എന്ന് 1 പോയാൽ ഒന്നുമില്ല, നത്തിങ്. ആകെ ഒരു 1 ഉണ്ട്, അത് 1 പോയി, നത്തിങ്. ഓക്കെ, 1 minus 1 0. ഇനി ഒരു കൺഫ്യൂഷൻ വരുന്ന കേസ് ഇത് മാത്രമേ ഉള്ളൂ, when we subtract 1 from 0. 0 minus 1 എന്നുള്ള കേസാണ് കുറച്ചൊരു പ്രശ്നക്കാരൻ. സിമ്പിൾ ആണ്, കുഴപ്പമില്ല. അതെന്താ അതിന്റെ ആൻസർ? ആൻസർ 1 വരും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ 1 കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ബോറോ ചെയ്യും. വി വിൽ ബോറോ. ഇതിലും ഭേദം നീ അതാ ഉദ്ദേശം, അതിന്റെ എന്താ ഉദ്ദേശം? ബോറോ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വി വിൽ ബോറോ 1. ഒരു 1 0 ന്ന് 1 പോവാൻ നമുക്ക് പറ്റില്ല. നോർമലി നമ്മൾ ഡെസിമൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ചെറിയ നമ്പറിന് വലുത് കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബോറോ ചെയ്യും, അല്ലേ? സെയിം ലോജിക് ഈസ് യൂസ്ഡ് ഹിയർ. നമുക്ക് 0 ന്ന് 1 കുറയ്ക്കാൻ പറ്റാത്തപ്പം 1ന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള 1 ഉണ്ടാവില്ലേ, ആ 1ന്ന് 1 ബോറോ ചെയ്യും. ആ 1 ബോറോ ചെയ്യുമ്പോൾ ദിസ് 0 വിൽ ബിക്കം 1 0. നേരത്തെ കേസിൽ ഞാൻ 0 ആണെങ്കിൽ എന്താ കാണിക്കും? എപ്പുറത്തെ 0 അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്പുറത്തെ നമ്മൾ നോർമലി ഡെസിമൽ അഡീഷൻ അങ്ങനെ ചെയ്യില്ലേ? ഇപ്പുറത്തെ 0 ആണെങ്കിൽ ഏറ്റവും അടുത്ത ഏതാണോ, അടുത്ത നമ്പർ ഏതാണോ വരുന്നത് അതിനകത്ത് നിന്നല്ലേ ബോറോ ചെയ്യാം. അപ്പോ അത് 9 ആവും, അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരില്ലേ? ആ ചേഞ്ചസ് ഇവിടെയും വരും. ആ ഒരു 1 പൂജ്യത്തിലോട്ട് പോവോ? ആ ഒരു 1 പൂജ്യത്തിലോട്ട് പോവോ? പോവും. ഓക്കെ, സി അപ്പൊ നമ്മൾ ബോറോ ചെയ്തു. ദിസ് ഇസ് 0. 0 ന്ന് 1 പോവില്ല. സോ വിൽ ബി ബോറോ 1 ഫ്രം ദ എന്താ ദ നമ്പർ വിച്ച് ഇസ് ലെഫ്റ്റ് ടു ദാറ്റ്. ലെഫ്റ്റിലുള്ള ആ 1 ന്ന് ഒരു 1 നമ്മൾ ബോറോ ചെയ്തു. ബോറോ ചെയ്തപ്പോൾ ദിസ് പിന്നെ അത് 0 ആയിരിക്കില്ല. ദെൻ ഇറ്റ് വിൽ ബി 1 0. ഒരു 1 ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 0 ആയിരിക്കും. ഓക്കെ, ഈ 1 0 എന്ന് നമ്മൾ ഇനി ഈ 1 സബ്ട്രാക്ട് ചെയ്യും. നമ്മൾ അഡീഷനിൽ പഠിച്ചു 1 plus 1 എന്ന് പറയുന്നത് ആക്ച്വലി 1 0 ആണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ
ഈ 0 വെച്ചിട്ട് മറ്റേ ഈ 1-നെ ക്യാരി ഓവർ ആക്കും. 0 എഴുതും, 1 ക്യാരി ഓവർ ആക്കും. അതിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് സബ്ട്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ 10 നിന്ന് 1 പോയാൽ എന്താണ്? Not 10, it is 10. 10 minus 1 will be equal to 1. Okay, so we will get 1 here. We can write 1. 10, this is 10. 10 minus 1 will be equal to 1. Now, ഇവിടുന്ന് ഒരു 1 ബോറോ പോയല്ലേ? ആകെ ഉണ്ടായിരുന്ന 1 ആണ്, അവിടുന്ന് 1 ബോറോ ചെയ്തു. Now this will become what? 0. 0. Very good. Now 0 minus 0 we have 0. Okay. So ഇപ്പൊ ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല അല്ലേ? തൊട്ടടുത്ത് 1 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ആവശ്യത്തിനുള്ളത് കിട്ടി. പിന്നെ ഈ 1-നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. So 1 minus 1 0. So our answer is 0 0 1 0. എളുപ്പല്ലേ? ഇത് ഞാൻ എങ്ങനെ നിവൃത്തിയാക്കും? ഒന്നുകൂടെ പറഞ്ഞു തരാം. എക്സാമ്പിൾ ഓ ജീനിയസ്. ഓക്കെ, വേറൊരു എക്സാം താഴെയുള്ളത് 1 1 1 1. അതിൽ നിന്ന് we are going to subtract 1 0 1 0. Subtract ചെയ്യാൻ പോവാം. This is very simple, I guess. 1 minus 0. What is 1 0? 1 minus 0. We are subtracting. 0 means empty. 0 means nothing. We are subtracting nothing from 1. 1. 1 minus 1? 0. Okay. 1 minus 0? 1. 1 minus 1? 0. So, okay. So our answer will be 0 1 0. ഇതില് ബോറോ ഒന്നും വന്നില്ല അല്ലേ? ദിസ് ഈസ് എ സിമ്പിൾ വൺ. ജുവാന മനസ്സിലാവുന്നില്ലേ? തലക്ക് കൊടുക്കണ്ടല്ലോ. അല്ല മിസ്, നേരത്തെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ ഇത് ഓക്കെ, പക്ഷെ നേരത്തെ ബോറോ വന്നപ്പോ ഒന്നും പിടിയില്ല. ബോറോ വന്നത് സിമ്പിൾ ആണ്, പറഞ്ഞത്. സിമ്പിൾ അല്ല, സിമ്പിൾ മീൻസ് ചെറിയ കോംപ്ലിക്കേറ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. സാധാരണ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മാറ്റം ഒന്ന് നോർമൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ തന്നെയാണ്, പക്ഷേ വി ആർ യൂസിങ് ഡെസിമൽ നമ്പേഴ്സ് ഓൺലി. 1 and 0 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. ക്ലിയർ? ഞാൻ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ നോർമൽ ഇതിന്റെ അത് മനസ്സിലായിരുന്നു എനിക്ക്? I think 253 minus 92 ഞാൻ ചെയ്തു അല്ലേ നേരത്തെ? സെയിം ലോജിക്ക് വെച്ചാണ് നമ്മൾ ഈ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. 3 minus 2 we know it is 1. നമ്മൾ അവിടെ നമ്മൾ നോർമൽ ഡെസിമൽ സബ്ട്രാക്ഷന്റെ കേസാണ് ഞാൻ പറയുന്നത്. ലിസൺ കെയർഫുള്ളി. യു നോ ദാറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. 3 minus 2, if 3 is greater than 2, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ 3 2 സബ്ട്രാക്ട് ചെയ്ത് 1 അവിടെ എഴുതും. ആൻഡ് ടെൻസിന്റെ പ്ലേസിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് 5 over there and we have 9 over here അല്ലേ? 5 9നേക്കാൾ ലെസ് ആണ്. അപ്പൊ നമ്മൾ ചെറുതെന്ന് വലിയ നമ്പർ കുറയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ എന്താ ചെയ്യാം? അപ്പുറത്തുള്ള 2 ബോറോ ചെയ്ത് 15 ആക്കും. യെസ്, വെരി ഗുഡ്. ഈ 2 1 ബോറോ ചെയ്തിട്ട് ഈ 5 15 ആക്കും. 15 9 പോകുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 will become what? 1. Yes, this 5 will become 15 and this 2 will become 1. Same logic ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ചെറിയ കൺഫ്യൂഷൻ വരാം ഈ 1-ഉം 1-ന്റെയും കൂടെയുള്ള ആ ഒരു എന്താ പറയാ 1-ഉം 1 ആ ഒരു തിങ് മീൻസ് 1 1 ആ ഒരു ടേബിളില്ലേ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എളുപ്പമാണ് പഠിക്കാൻ. Yes. ഞാൻ ഒന്നുകൂടെ ആ ഫസ്റ്റ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. What was that? 1 1 It does not look like 1.
സ്ലാഷ് പോലെ ഉണ്ട്. 1 1 0 0 minus 1 0 1 0. ഇവിടെ ഞാൻ മൈനസ് ഒന്നും ഇട്ടില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ വിചാരിക്കും ഇത് മൈനസ് ആണെന്ന്? സാരല്ല, ഞാൻ വരച്ചു വയ്ക്കാം. അത് മൈനസ് ആണ്. ദാറ്റ് ഈസ് മൈനസ്. മുകളിലല്ലേ മൈനസ് വേണ്ടത്? അങ്ങനെ ഇടാം. അതിനോട് നേരെ സെക്കൻഡ് ലൈനിൽ നേരായിട്ട് ഇടാം. ഇവിടെയും ഇടാം, ഇവിടെ ഇടാം. ഓക്കെ. So 0 0, no issues. We know that 0 minus 0 we get 0. 0. 0. Oh, Zero. success. 0. Now villain is here. 0 minus 1. What we have to do? 0 minus 1. 1 ഉത്തരം കിട്ടും. ഇത് മറ്റേ ഇത് സെയിം വേ 5 ന്ന് 9 മൈനസ് ചെയ്യുന്ന കേസാണ്. സ്മോൾ നമ്പറിൽ നിന്ന് ബിഗർ നമ്പർ മൈനസ് ചെയ്യുന്ന കേസാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, തൊട്ടടുത്തിരിക്കുന്നവരോട് കടം ചോദിക്കും. ഒരു ഉളുപ്പില്ലാതെ വി വിൽ ബോറോ 1. ഇവിടുന്ന് ചോദിക്കും, ഒരു 1 തരൂ ചേട്ടാ. ആ ചേട്ടൻ കൊടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം വാട്ട്? This 0 will become 1 0. 1 0. yeah 1 0. Now this 1 0 is greater than 1. ഇപ്പൊ അവൻ വലിയവനായി അല്ലേ? Yes, 1 0 is greater than 1, and we know. So now we have to do what? We have to subtract this 1 from this 1 0. ഇനി 0 ഇല്ല, നമുക്ക് 1 0 ഉള്ളൂ അല്ലേ? ഈ 1 0 ന്ന് ഈ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് പേജിലെ ടേബിൾ ഓർമ്മ വേണം. ടേബിൾ ഓർമ്മ വേണമെന്നല്ല, ആ ഒരു കാര്യം ഓർത്തിരിക്കണം. നമ്മൾ എന്താ പറയാ, 1 0 കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്? ഏത് കേസിലാണ് 1 0 കിട്ടിയത്? 1 plus 1 വരും. 1 plus 1 ചെയ്തപ്പോഴാണ് we got 1 0 അല്ലേ? 1 plus 1 equal to 1 0. ഇത് കുറച്ച് വൃത്തിയുണ്ട്. വെരി ഗുഡ്. Now when we subtract 1 from this 1 0, what we will get? 1. 1. Okay, clear? Yes. Yes. So this is that 1 0, and we are going to subtract this 1 from that 1 0, and we will get what? What we have? 1. 1. Is that clear? Yes. Yes. So Okay. ഈ ചേട്ടൻ ഇവിടുന്ന് ബോറോ കൊടുത്തില്ല. ബോറോ ചെയ്തത് ഈ 1 എന്നാണ്. And what he is now? He is not 1. 0. 0. Yes. ഭയങ്കര നന്മയുള്ള ലോകമാണ്. 0. That's 0. 0 minus 0. അപ്പോൾ ഈ 1 became 0, and we are going to subtract this 0 from this 0. 0 minus 0? 0. 0. 0. Very good. Then ഇവർക്ക് no issues. 1 minus 1? 0. 0. കഴിഞ്ഞു. Finish. Clear? Yes. Okay. എല്ലാവർക്കും ഹലീമ, is she stuck? Is it clear to you? Oh no. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് വീഡിയോ. ആണോ? കുഴപ്പമില്ല. ഒരു തവണ കൂടെ പറയാം. ഇതില് മെജോറിറ്റി ആൾക്ക് ക്ലിയർ ആയെന്ന് എനിക്കറിയാം. എന്നാലും ഒരു തവണ കൂടെ ഞാൻ പറയണേ. ഹലീമ, ലിസൺ കെയർഫുള്ളി. ഇത് പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടാണേ. അപ്പൊ മോള് ശ്രദ്ധിച്ചിരിക്കാം. സോ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹലീമ, യു ഹാവ് ടു ആൻസർ. 0 minus 0 equal to what? 0 minus 0. Unmute and say the answer. What is 0 minus 0? You're subtracting nothing from nothing. 0 minus 0 decimal addition എങ്ങനെയാ വരാം? നോർമലി സാധാരണ മാത്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ 0 ന്ന് 0 പോയാൽ എത്ര കിട്ടുക? 0 അല്ലേ കിട്ടുക? Yes. Yes, 0 minus 0 is 0. Okay. Next case, 1 minus
1 minus 0. 1 and 0 പോയാൽ എത്ര കിട്ടും? What we will get? 1. അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ കാണുന്നില്ല. Where did she go? Okay, you are here. Halima, 1 minus 0 equal to what? 1. 1. Very good. 1 minus 0 equal to 1. Now, another easy case. 1 minus 1 equal to 1 Zero. 1 പോവാം. ആകെ ഒരു 1 ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. What will be? What we will get? 1 minus 1 equal to 0. ഇത് ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും അല്ലേ? You will get the answer anytime. Even if you are sleeping, if I ask this, you will answer me right. So the another important case, confusion വരുന്ന ഒരു കേസ് ആണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. That is 0 minus 1. ഈ ഒരു കേസ് ആണ് തെറ്റിക്കാൻ സാധ്യതയുള്ളത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഹലിമ ലിസൺ ടു മീ. 0 minus 1. 0 minus 1 എന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം 0 1-നേക്കാളും ചെറുതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Can you hear me? മനസ്സിലാവുന്നുണ്ടോ? Yes. 0 minus 1. അപ്പോൾ ഈ 0 we cannot subtract this 1 from this 0. ഈ 0 1 subtract ചെയ്യാൻ പറ്റില്ല. അപ്പോൾ what we will do? 0 1 മൈനസ് ചെയ്യുന്ന കേസസ് എല്ലാം we have to borrow 1. ഒരു 1 borrow ചെയ്യണം. തൊട്ട് ലെഫ്റ്റിലുള്ള നമ്പറിന്ന് 1 borrow ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 1-നെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 1 borrow ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 എന്തായി? 1 0. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത നമ്പറിന്ന് ഒരു 1 borrow ചെയ്ത് കഴിഞ്ഞാൽ this 0 will become what? 1 0 ആവും. This 0 will become 1 0. പിന്നെ നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതെന്നാ? 1 0-ൽ നിന്നാണ് അല്ലേ? After borrowing 1, this 0 will become what? 1 0. ആ 1 0-ൽ നിന്നാണ് പിന്നെ നമുക്ക് ഈ 1 സബ്ട്രാക്ട് ചെയ്യാം. Clear, Halima? Is it clear to you? Okay. When we subtract 1 from 1 0, our answer will be always 1. Clear? 1 0 ന്ന് 1 പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ will be 1. ഓക്കെ, അപ്പോൾ ഈ സബ്ട്രാക്ഷൻ 0 minus 1 ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബോറോ ആണ്. ദെൻ നോർമൽ സബ്ട്രാക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ഉള്ള 0-നെ ബോറോ ചെയ്ത് 1 0 ആക്കാം. 1 0 ന്ന് 1 മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾവേസ് 1 മാത്രമേ കിട്ടത്തുള്ളൂ. ക്ലിയർ? യെസ്. അപ്പൊ ബോറോ ചെയ്യേണ്ട കേസാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. എന്തോ? ഓ, നിങ്ങൾ തന്നെ ചെയ്യോ? കുറച്ചു പേർ കൂടെ ക്ലിയർ ആവാനുണ്ട്. ഫോർ ദം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് അവർക്കൂടെ മനസ്സിലാവണ്ടേ? I'll explain one more question. Miss, ഇതിന് മൾട്ടിപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ? No multiplication and only addition and subtraction. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല, സിമ്പിൾ ആയിട്ട് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ ബൈനറിയിൽ പറ്റില്ല. അതിന് ചില വേറെ റൂൾസ് ഉണ്ട്. പഠിക്കാനുണ്ടോ ഇനിയിപ്പോ? ഇത് കുറച്ച് ഡീപ്പ് ടോപ്പിക് ആണ്, പക്ഷെ ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്കില്ല. മീൻസ് ഇത്ര ഡീപ്പ് അത്രയില്ല. ഇത് സബ്ട്രാക്ഷൻ വരെ നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾ നീന്തി തുടിക്കട്ടെ, നിങ്ങൾ ചൂണ്ടിട്ടാ മതി. നിങ്ങൾ ആദ്യം ചൂണ്ടിയിട്, എന്നിട്ട് കടലിൽ ഇറങ്ങിയാൽ മതി. പഠിക്കാനുണ്ടാവോ? ആക്ച്വലി ബിടെക്കിന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു ടോപ്പിക് ഒരു സബ്ജക്റ്റിനുണ്ട് ബൈനറി നമ്പേഴ്സിന്റെ. അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവില്ല. നല്ല ടോപ്പിക് ആണല്ലേ? ഇൻട്രസ്റ്റിംഗ്.
Yes. Okay, let's do one example. 1100. Okay. ഒരെണ്ണം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവാണ്. എഴുതണ്ട, വരയ്ക്കണ്ട, എഴുതാം. 1100 minus what? 1 1. 1 1, we are going to subtract 1 1 from 1100. Okay. അമ്മോ ഇത് ഇവിടെ അല്ലല്ലോ വരാം. മിസ് 10 കടം മേടിക്കാൻ പറ്റുമോ? 10 എന്തിനാ കടം വാങ്ങുന്നേ? എപ്പോ? 1 കടം വാങ്ങാവുന്ന 1 എന്നല്ലേ കടം വാങ്ങാൻ പറ്റുള്ളൂ. 0 എങ്ങനെ കടം വാങ്ങാം? 0-ലൊന്നും ഇല്ലല്ലോ. രസം ഫോണിന്റെ ചാർജ് ആണോ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്ലാസ് ആഫ്റ്റർ ദിസ് യു ഹാവ് ടു അറ്റൻഡ് ദ ക്ലാസ് ഇൻ ദ യൂട്യൂബ്. ഞാൻ യൂട്യൂബ് ഓക്കെ റെക്കോർഡിംഗ് ഓൺ അല്ലേ? അതെ. I'll share the link in the class group. Okay. So, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വില്ലൻ ആണ്. സിമ്പിൾ ആണ്. Okay. See, here is a 0 and we have to subtract 1 from that 0. 0 minus 1 ആദ്യം തന്നെ വന്നു. Okay. അപ്പൊ തന്നെ 10 minutes remaining. We have to borrow 1. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ചേട്ടനെ നോക്കി, അയ്യോ ഹീസ് 0, അവിടെ ഒന്നുമില്ല. അപ്പൊ അവനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നവനെ നോക്കി, there is a 1. ക്ലിയർ? 0 നമുക്ക് ഇവിടെ ഉണ്ട്, തൊട്ട ആളെ നോക്കി. അപ്പൊ 0 1 പോവില്ല. സോ വി ഹാവ് ടു ബോറോ 1. 1 ബോറോ ചെയ്യണം. 1 ബോറോ ചെയ്യാൻ നമ്മൾ തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, അയാളുടെ അടുത്തില്ല, ഹീസ് 0. അപ്പോ അതും കഴിഞ്ഞിട്ടുള്ള ആളെ നമ്മളോട് നോക്കി, ഹീസ് 1 അല്ലേ? അത് 1 ആണ്. സോ വി ക്യാൻ ബോറോ. പക്ഷെ അതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? നോ. ഇവന്റെ കയ്യിൽ കൊടുത്തിട്ടേ കൊടുക്കൂ. ഈ മീഡിയേറ്ററിന്റെ കൈ കൊടുത്തിട്ടേ കൊടുക്കൂ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവന്റെ തൊട്ടടുത്തുള്ള ഇവന് കൊടുക്കും. നിങ്ങൾ ആൻസർ പേപ്പർ എക്സാമിന് കൊടുക്കുന്ന പോലെ അവന് കൊടുത്തു. ഈ 1 ഈ 0ക്ക് ഫസ്റ്റ് കൊടുത്തു. അപ്പൊ ഇവൻ ആരായി? He became the king. He became 10. he became 10. പക്ഷെ ഇവനല്ലല്ലോ ആവശ്യം. ആക്ച്വലി ഇവനാണ് അത് കിട്ടേണ്ടത്. ഓക്കെ. അപ്പൊ ഈ 10 നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഒന്നിനെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പോവാം. അപ്പൊ ഇവൻ he became what? 10. He became 10. അപ്പൊ ഇതുവരെ കിങ് ആയിരുന്ന ഇവൻ എന്തായിരുന്നു? ഇവൻ 10 ആയിരുന്നു അല്ലേ? Yes. And he gave 1 to this 0 and he became what? ഇപ്പൊ ഇവൻ ആരാ? 10 ആയിരുന്നു അവൻ. അവന്റെ അടുത്ത് നിന്ന് ഒരു 1 ലാസ്റ്റത്തെ 0ക്ക് കൊടുത്തു. ഇവനും വീണ്ടും ചേഞ്ച് വന്നു. പെട്ടെന്ന് അവൻ വലിയ ആളായി. പക്ഷെ തൊട്ടടുത്തവന് കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ വീണ്ടും ചെറുതായി. എന്നാലും എടുക്കാൻ പോയെ. പക്ഷെ ആവശ്യം മറ്റവനല്ലേ? അവന് ഭയങ്കര അത്യാവശ്യമായിരുന്നു കൊടുക്കണ്ടേ. അപ്പൊ he became what? He became 1. This 10 became 1. മനസ്സിലായോ ജുവാന? കൺഫ്യൂഷൻ ഉണ്ടോ? ഹലീമ, ലിസൺ ടു മീ കെയർഫുള്ളി. ക്ലിയർ ആണോ? ആ ഒരു ചേഞ്ച് ഈ ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കാരണം തൊട്ടടുത്തുന്ന ആളിന് ബോറോ ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ 1-2 സ്പേസ് അടുത്തുനിന്ന് മാറുമ്പോ ഓരോ നമ്പേഴ്സിനും ചേഞ്ച് വരും. I will explain it again. ഇപ്പൊ പിടികിട്ടി. മനസ്സിലായി. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. Again, I am going to explain the same. Okay. See, we are going to subtract 1 from the 0. 0 1 നമ്മൾ subtraction ആണ് ചെയ്യുന്നത്. First we are looking at the rightmost digits.
It's 0 and it is 1. 0 minus 1 subtraction വന്നു. അപ്പോൾ 0 minus 1 വരുമ്പോൾ there will be a borrow. Okay? Borrow വേണം. So we will look at the 0 next to the left. Sorry, ഈ 0യുടെ ലെഫ്റ്റ് ഉള്ള നമ്പർ നോക്കി. It is 0. കാര്യമില്ല അല്ലേ? അപ്പോ തൊട്ടപ്പുറത്തെ ആള് നോക്കി. He is 1. ആവശ്യമുണ്ട്. അപ്പൊ ഈ 1നെ ബോറോ ചെയ്യണം. ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ നടുക്കുള്ളവന്റെ കൊടുത്തേ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 1ൽ നിന്ന് ഫസ്റ്റ് ഈ 0യിലേക്ക് ബോറോ ചെയ്യും. And that 0 will, ആ ഫസ്റ്റ് സ്റ്റെപ്പില് 1 ബോറോ ചെയ്യുമ്പോൾ that 0 will become what? 0. He will become 1 0. പക്ഷെ നമുക്ക് ഇവിടെയാണോ ബോറോ വേണ്ടത്? അല്ലല്ലേ, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിലാണ് വേണ്ടത്, റൈറ്റ് മോസ്റ്റ് പ്ലേസിലാണ് വേണ്ടത്. അപ്പോ he is still 0. അപ്പോ ഈ 1 0 എന്നാണ് ഇനി നമ്മൾ ബോറോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് we will borrow 1 and he will become what? ഈ 0 എന്തായി? 1 0. Yes. 1 0. 1 0. He became 1 0. പക്ഷെ കൊടുത്തവനോ അവൻ 1 0 ആയിരുന്നു. 1 കൊടുത്തു. He became what? 1. Very good. 1. Yes. Now we are going to do the subtraction. ഇപ്പൊ ഏകദേശം നമ്മള് കടം വാങ്ങി എല്ലാവരും ഒന്ന് ലെവലാക്കി വെച്ചു. Now we can do the subtraction. He is 1 0. ഇത് പിന്നെ 0 അല്ല. This is not 0 now. It's 1 0. So 1 0 minus 1. 1. Very good. Now move to the next digit. Left next digit പോയി. Is he 0 now? No, 1. No, he is not. He is 1 now. So 1 minus 1? 0. 0. Okay. He gave 1. ഈ 1 എന്ത് ചെയ്തായിരുന്നു നേരത്തെ? കടം കൊടുത്തു. ബോറോ ഇതിനാ ബോറോ ചെയ്തത് അല്ലേ? അപ്പൊ he became 0. 0. ഇനി ഇവിടെ താഴെ ഡിജിറ്റ് ഇല്ല. We will consider it as 0. So 0 minus 0? 0. Okay. And we have 1 here. It is not affected so far. അതിന് ഒരു പ്രത്യേകിച്ച് ആരും ഒന്നും വന്ന് ചോദിക്കുകയോ കടം കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടേക്ക് എത്തിയിട്ടില്ല. So 1 minus 0? 1. 1. Oh, clear? Yes. Yes. Halima, is it clear to you? Yes. Okay. Yes, tell me, baby. ഒരു നമ്പറിന് കടം എടുക്കണമെങ്കിൽ ആ നമ്പറിന്റെ ഇടതുവശത്തെ നമ്പറിൽ നിന്നല്ലേ കടം എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ഇടതുവശത്തെ നമ്പറിലോ എല്ലാം 0 ആണെങ്കിലോ? അങ്ങനത്തെ കേസ് വന്നാൽ നീ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വരില്ല. 0 0 0 1 minus 11. 0 0 0 1 minus 11. 0 അങ്ങനത്തെ കേസ് വരില്ല. അത് 0 minus 1 ആ ഒരു കേസ് നമ്മൾ പൊതുവെ ഡിഫൈൻ ചെയ്തിട്ടില്ല ബൈനറി സബ്ട്രാക്ഷന്റെ കേസിൽ. നെഗറ്റീവ് നമ്പർ കൺസെപ്റ്റ് ഇല്ല, ഡെസിമലി ഉള്ളൂ അത്. ഇല്ലെങ്കിൽ ഗേറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണ്ട. Okay. അപ്പോ now it is clear to you. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ I'll give you a question. 1 0 1 1 0 1. Where did it go? എന്റെ കീബോർഡ് ശരിയില്ല തോന്നുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല വരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പട തന്നെ ചെയ്ത് പഠിക്കരാ. ഇനി ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സിമ്പിൾ അല്ല ഞാൻ ചെയ്ത ടഫ് അല്ല നിങ്ങൾ ഇത്. 1 0 0 1 0. Okay,
നിങ്ങൾ ഇൻഡിവിജ്വലി ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് പറഞ്ഞു ചെയ്യാം അല്ലേ എന്നാളെ? ഓക്കെ, ഞാനോ? മെയിൻ സംഭവം വന്നില്ല. കിട്ടി മിസ്സേ, കഴിഞ്ഞു കിട്ടി കഴിഞ്ഞു. കഴിഞ്ഞു മിസ്സേ. കിട്ടി. എന്താ? ബോറോ വന്നില്ല. ഓക്കെ, വാട്ട്സ് യുവർ ആൻസർ? 1 0 0 1 Mm. 0 0 Mm. 1. Okay. Listen to me. Same ആ മിസ്സേ. Oh. Okay, we have only 1 minute left. അതിനു മുമ്പ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. 1 minus 0. 1 1 minus 1. 0 0 0. Oh my god, ഒരു വൃത്തിയുടെ 0 പോയി. 0 minus 0. 0 0. 1 minus 0. 1 minus 1. 0 0 0 യുടെ താഴെ ഒന്നുമില്ല. We will write 0 over there. അല്ലേ? 0 and 1. And 1 minus 0. 1 ശേ, ഇതില് ട്വിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? yes കുറെ 0 and 1s കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 0 minus 1 അതിനകത്ത് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഞാൻ മിസ്സ് നമുക്ക് നൈസ് പണിയാൻ നോക്കുന്നത്, പക്ഷെ അവസാനം മിസ് തന്നെ കുടുങ്ങിപ്പോയി. അതെ, സാറില്ല, എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഞാൻ ആദ്യം നമ്പർ കണ്ടപ്പോ തേർഡിലെ കാറ്റഗറിയിൽ ഉണ്ടാവും.